നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ ഞാൻ പറയുന്നത് മനസ്സിലാക്കുമോളെ. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അത് എത്രത്തോളം നേരത്തെ ആവുന്നു അത്രത്തോളം നല്ലത്. ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ഞാൻ നിന്റെ നല്ലതിനെ പറയും. അതെനിക്ക് അറിയാച്ച. എന്നാലും ഒരെന്നാലും പറയണ്ട. ശേഖരന്റെ വീട്ടിലേക്ക് ചെന്ന് കയറിയാൽ നീ രക്ഷപ്പെടും. നിനക്ക് സമാധാനം കിട്ടും. അതോടെ എനിക്കും സമാധാനം കിട്ടും. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. പക്ഷേ ഒരു പക്ഷേയുമില്ല. സൂപ്പർ മാർക്കറ്റൊക്കെ എപ്പോ വേണമെങ്കിലും തുടങ്ങാമല്ലോ. നിന്റെ ജീവിതത്തിലെ നല്ല നാളുകൾ ഇനിയെങ്കിലും തുടങ്ങട്ടെ. എന്റെ കൈ തൊട്ട് പറ, കല്യാണം നിശ്ചയം നീട്ടിവെക്കുന്ന കാര്യം ഇനി പറയുകയില്ലെന്ന്. ഇതെന്താ അച്ഛ സത്യം ചെയ്യാനൊക്കെ പറയുന്നത്? ഞാൻ എപ്പോഴെങ്കിലും അച്ഛന്റെ ആഗ്രഹത്തിനെതിരെ നിന്നിട്ടുണ്ടോ? ഇതിപ്പോ അല്പം നീട്ടിവെക്കാനല്ലേ പറഞ്ഞുള്ളൂ. അതെനിക്കറിയാം മോളെ. നിശ്ചയം നീട്ടിവെക്കണമെന്ന് നീ പിന്നെയും പിന്നെയും പറയുന്നത് കൊണ്ടാ ഞാൻ സത്യം ചെയ്യാൻ പറയുന്നത്. സോറി അച്ഛ, സോറി. ഇനി ഞാൻ അങ്ങനെ പറയില്ല. എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് അച്ഛ. കല്യാണത്തിന് ശേഷമായാലും അച്ഛൻ ആ സൂപ്പർ മാർക്കറ്റ് ഞാൻ വെച്ച് തന്നിരിക്കും. അപ്പൊ ഞാനൊരാളല്ലല്ലോ, ചേട്ടനുണ്ടാവുമല്ലോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ. നോക്കിക്കോ, ഞങ്ങള് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അച്ഛൻ നോക്കിക്കോ. അക്കാര്യത്തിലൊന്നും ഒരു തിരക്കും കൂട്ടണ്ട മോളെ. പിന്നെ ഹരീഷിനോട് ഒരിക്കലും ഇക്കാര്യം പറയരുത്. അത് അച്ഛന്റെ അഭിപ്രായം. അതിനെ കുറിച്ച് ഞാൻ പിന്നീട് ആലോചിച്ചോളാം. ഞാനൊരു കാര്യം ആലോചിച്ചു വെച്ചിട്ടുണ്ട് മോളെ. അതെന്താ അച്ഛാ? സൂപ്പർ മാർക്കറ്റ് വയ്ക്കാൻ ആ സ്ഥലം തരില്ലെന്നാണല്ലോ പത്മിനി പറഞ്ഞത്. നിന്റെ കല്യാണ ആവശ്യത്തിന് ഏതായാലും തരാതിരിക്കാൻ പറ്റില്ലല്ലോ.